താലി. രചനാവതരണം നന്ദു കൃഷ്ണ. വൈകിട്ട് 6:30 തിരിച്ചു ബോംബെക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പൊ ഏകദേശം 12 മണി ആവുന്നതേ ഉള്ളൂ. ഇവിടെ ആരും തന്നെ തന്നോട് മിണ്ടുന്നില്ല. എന്തിന്, ശാന്തനു പോലും. അങ്ങനെയുള്ള ഒരിടത്ത് പിന്നെയും മണിക്കൂറുകൾ ചെലവാക്കാനെന്തോ മനസ്സ് അനുവദിക്കുന്നില്ല. എയർപോർട്ടിലേക്ക് പോകും വഴി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്തൊന്ന് ഫ്രഷ് ആവാം. അല്പനേരം കിടക്കുകയും വേണം. വല്ലാതെ ടയേർഡാണ് ശരീരം, ഒരുപക്ഷെ അതിലും കൂടുതൽ മനസ്സ്. സ്നേഹ എഴുന്നേറ്റ് ഹാളിന്റെ സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന ബാഗുകൾ കയ്യിലെടുത്തു. സ്നേഹ, പോവുകയാണോ? ഫ്ലൈറ്റ് വൈകിട്ടാണെന്നല്ലേ പറഞ്ഞത്? അടുക്കളയിൽ നിന്നിറങ്ങവേ കയ്യിലെടുത്ത് നിൽക്കുന്ന ബാഗുമായി നിൽക്കുന്നവളെ കണ്ട് സതി ചേച്ചി ചോദിച്ചു. അതെ ആന്റി, പക്ഷെ ഞാൻ ഇറങ്ങുക. പോകുന്ന വഴി 1-2 ആവശ്യങ്ങളുണ്ട്. കഴിച്ചിട്ട് പോയാൽ പോരെ? എല്ലാം ഒക്കെ ആയി. സതിക്കെന്തോ അവളുടെ ആ നേരത്തെ ഭാവം കാണാൻ പാവം തോന്നിയിരുന്നു. വേണ്ട ആന്റി, പുറത്തു പോയപ്പോ കഴിച്ചിരുന്നു. അപ്പോഴേക്കും നീലനും അവിടേക്ക് വന്നു. സ്നേഹയുടെ നിൽപ്പ് കണ്ട് സതിയിലേക്ക് നോട്ടം പോയി. സ്നേഹ പോവുകയാണെന്ന് പറയുന്നു. ഇപ്പോഴെയോ? കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് നീലൻ സ്നേഹയെ ഒന്ന് നോക്കി. അല്പം തിരക്കുണ്ടെങ്കിൽ, അതുകൊണ്ടാണ്. എങ്ങനെയാ പോകുന്നേ? ശ്രീ കൊണ്ടാക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ രാവിലെ വന്ന ക്യാബ് തിരിച്ചു വരും. പിന്നെ എന്തു പറയണമെന്നറിയാതെ 3 പേരും പരസ്പരം മുഖം കൊടുക്കാതെ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത പോലെ നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു. ആന്റി, സ്നേഹയുടെ വിളിയാണ് ആ സമയത്തിന്റെ തീവ്രത ഒന്ന് കുറച്ചത്. ആ സ്നേഹ. സ്നേഹ സതിയും നീലനും നിന്നിടത്തേക്ക് വന്നു. ആന്റി, അങ്കിൾ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വലിയ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. സ്നേഹ, അങ്ങനൊന്നുമില്ല. നീലനാണ് പെട്ടെന്ന് കയറി മറുപടി കൊടുത്തത്. സതി വെറുതെ അവളെ നോക്കി നിന്നതേ ഉള്ളൂ. സ്നേഹ സതിയെ നോക്കിയും ചിരിച്ചു. സതി ആന്റി പക്ഷേ അത് പറയില്ല അങ്കിൾ. കാരണം തമാശയ്ക്ക് പോലും ആന്റി കള്ളം പറയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ ആന്റി? ആദ്യം ശരിവെക്കും പോലെ സതി ചെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. മോളെ, അത് അങ്കിൾ ടെൻഷൻ ആവണ്ട. എനിക്ക് ആന്റിയെ മനസ്സിലാകും. ആന്റിക്ക് സ്നേഹം തോന്നുന്ന ഒന്നും തന്നെ ഇന്ന് വരെയുള്ള നാളുകളിൽ ഞാൻ ചെയ്തിട്ടില്ല. ദേഷ്യം ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ ഒരുപാട് ചെയ്തു കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആന്റിയോട് എനിക്ക് ഒരു പരാതിയുമില്ല. മറിച്ച് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി ശാന്തനുവിനോട് സംസാരിച്ചതിന്, എന്നെ കേൾക്കാൻ നിർബന്ധിച്ചതിന്. അവള് സതിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല സ്നേഹ. സതി അവളുടെ തോളിലൊന്ന് തട്ടി. ഇതിനിടയിൽ ഫോണിൽ മെസ്സേജിന്റെ ടോൺ കേട്ടു. ക്യാബ് 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന്. ഫോണിൽ നിന്ന് തല ഉയർത്തി അവൾ അവരോടായി പറഞ്ഞു. ശ്രീയെ വിളിക്കാം. ഇപ്പൊ വേണ്ടങ്ങൾ, ഞാൻ മൈത്രേയെ ഒന്ന് കണ്ടിട്ട് വരാം. മിത്തുവിനെയോ? നേരത്തെ പരിചയമുണ്ടോ അവളെ? സതിയുടെ കണ്ണുകളിൽ പെട്ടെന്നാണ് ചോദ്യം നിഴലിച്ചത്. ഇല്ല ആന്റി, ഇന്നാണ് പരിചയപ്പെട്ടത്. ഇന്ന് രാവിലെ ശാന്തുവിനെയും കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ വാഷ്റൂമിൽ പോകാതെ വയ്യെന്ന് തോന്നിയ നിമിഷത്തിലാണ് മൈത്രേയെ കാണുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാളോട് സഹായം ചോദിക്കാൻ മനസ്സ് മടിച്ചെങ്കിലും ആ നേരത്തെ ആവശ്യം അത്രയ്ക്കും വലുതായതുകൊണ്ടാണ് അടുത്തേക്ക് ചെന്നത്. ഇവിടെ പുറത്ത് ബാത്റൂം എവിടെയാണെന്ന് അറിയുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ കാര്യം പറഞ്ഞതും അവൾ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ശാന്തനുവിനെ കാണാൻ വന്നയാൾ ഇവിടെ എന്താണെന്നൊരു ചോദ്യം ആ വീട്ടിലെ ആരും ചോദിച്ചില്ല. മറിച്ച് തനിക്ക് നിർബന്ധിച്ച് ചായയൊക്കെ തന്ന് ഫ്രഷ് ആവാൻ സ്വന്തം മുറി തന്നെ തരികയാണ് ചെയ്തത്. ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ ഒരു കൂട്ടം പേര് ഇത്രയും സ്നേഹത്തോടെ പരിചരിക്കുന്നത്. ഇന്ന് വരെ തനിക്ക് ചുറ്റും കറയിരുന്ന ലോകത്തിന് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ലാഭേച്ഛയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കുറെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ പോകും മുന്നേ അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് അവൾക്ക് തോന്നി. ഞാൻ പോയിട്ട് വരാം, രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് സ്നേഹ പുറത്തിറങ്ങി. തന്റെ മനസ്സിൽ എന്താ സതി? തനിക്കിപ്പോഴും ആ കുട്ടിയുടെ ദേഷ്യമാണോ? ഇപ്പൊ എന്റെ മനസ്സിൽ ദേഷ്യമൊന്നുമില്ല ഏട്ടാ, മറിച്ച് സ്നേഹവുമില്ല. പിന്നെന്തിനാ നീ അവൾക്ക് വേണ്ടി അവനോട് സംസാരിച്ചത്? അത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, അവർക്ക് വേണ്ടിയായിരുന്നു. ബന്ധങ്ങൾ ഒരു നിമിഷത്തെ തോന്നലിൽ പൊട്ടിച്ചെറിഞ്ഞു പോകേണ്ടതല്ലല്ലോ ഏട്ടാ. അത് അവർക്കറിയില്ലേലും നമുക്കറിയില്ലേ? അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തതയുണ്ടാവണം. ആ വ്യക്തത പരസ്പരം സംസാരിച്ചാൽ മാത്രമേ കിട്ടൂ.
അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. സ്നേഹ സ്നേഹ ഒരു നല്ല കുട്ടിയല്ലേ സതി? അല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഏട്ടാ. പക്ഷെ അവള് നമ്മുടെ മകന് ചേരുമോ എന്നുള്ളൊരു ഡൗട്ട്. അല്ലെങ്കിൽ അവളുടെ സ്വപ്നങ്ങളെ, വ്യക്തിത്വത്തെ അതുപോലെ അറിയാനും ബഹുമാനിക്കാനും കഴിവുള്ളയാളാണോ നമ്മുടെ മകനെന്നുള്ള പേടി. അങ്ങനെ രണ്ടു തരത്തിലും പറയാം. എടോ, താൻ പറഞ്ഞു വരുന്നത് വ്യത്യസ്ത ചിന്താഗതിക്കാർ ഒരു ജീവിതത്തിലേക്ക് ഒരുമിച്ച് വരുന്നോണ്ട് കുഴപ്പമില്ല ഏട്ടാ. ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ അവർക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ സാധിച്ചാൽ ആ ജീവിതം വലിയ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാതെ അങ്ങ് മുന്നോട്ട് പൊക്കോളും. പക്ഷെ അതിനെവിടെയെങ്കിലും ഈഗോ എന്നൊരു സാധനം വന്നാൽ എത്ര സ്നേഹമുണ്ടെങ്കിലും ആ ലൈഫിന് ആയുസ് വളരെ കുറവായിരിക്കും. ഉം ഇവിടെ നമ്മുടെ മോനും സ്നേഹിക്കും ഈ പറയുന്ന സാധനം ആവശ്യത്തിനും അധികമാണ്. ഒരാൾ മറ്റൊരാൾക്ക് മുന്നിൽ താണു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ചില നേരങ്ങളിലെല്ലാം വിട്ടുകൊടുക്കലിന്റെ പേരല്ലേ ഏട്ടാ സ്നേഹം. അത് ഇവർക്കിടയിൽ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ ഇനി വിട്ടുകൊടുത്താൽ പോലും അതിനും കണക്കിവർ ജീവിതത്തിൽ സൂക്ഷിക്കും. ജീവിതത്തിൽ കണക്ക് പുസ്തകത്തിന് ഇടം കിട്ടിയാൽ അറിയാലോ അല്ലേ? ഉം സതിയുടെ ചോദ്യത്തിൽ നീലനൊന്ന് മൂളി. അതേസമയം സ്നേഹ മിത്തുവിനോട് യാത്ര ചോദിക്കുന്ന തിരക്കിലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു അടുപ്പം തോന്നുന്നത്. താങ്ക്സ് മൈത്രേയി. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. തന്റെ നമ്പർ ഒന്ന് തരാമോ? ഉം വിളിക്കാട്ടോ. ഉം കഴിച്ചിട്ട് പോയാൽ പോരെ സ്നേഹ? വേണ്ടടോ, ഇനി ഒരിക്കലാവട്ടെ. സ്നേഹ ഒരിക്കൽ കൂടി മിത്തുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ ശാന്തന് പുറത്തുണ്ടായിരുന്നു. പോട്ടെ, അവൾ എല്ലാരോടുമായി ചോദിച്ചു. സതി ഉൾപ്പെടെ എല്ലാവരും തലയാട്ടി. ബൈ ശാന്തനു. ബൈ. വിളിക്കില്ലേ? ഉം അവൻ വെറുതെ ഒന്നും മൂളി. ശാന്തനു, ഐ റിയലി ലവ് യു. അവന് കേൾക്കാൻ മാത്രം പാകത്തിൽ പതിയെ പറഞ്ഞുകൊണ്ട് സ്നേഹ ശ്രീയെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തു മാറി. ഉം തിരിച്ച് കാറിലുള്ള യാത്രയിൽ സ്നേഹ സീറ്റിലേക്ക് ചാരിക്കിടന്നു. എനിക്ക് നീ എന്റെ ലൈഫിൽ വേണം ശാന്തനു. അത് കിട്ടിയേ പറ്റൂ. സന്തോഷേട്ടാ, സന്തോഷേട്ടാ. വരുന്നു മായ. എന്തു പറ്റി? റോഡിൽ നിന്ന് ആരോടോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സന്തോഷ് ഓടിക്കൊണ്ട് വാതിലിലേക്ക് എത്തി. അത് അമേരിക്കയിൽ നിന്ന് സവിതേച്ചിയാ. കയ്യിലിരുന്ന ഫോൺ സന്തോഷിന്റെ കയ്യിലേക്ക് നൽകി മായ അല്പം നീങ്ങി നിന്നു. കുഞ്ഞോളോ? മായയുടെ കയ്യിൽ നിന്നും ഫോൺ വെപ്രാളത്തോടെ വാങ്ങി അദ്ദേഹം ഫോൺ ചെവിയിലേക്ക് വെച്ചു. കുഞ്ഞോളെ. എവിടായിരുന്നു വല്യേട്ടാ? എത്ര നേരായി വിളിക്കുന്നു. ഇത്രയും നേരം വിളിച്ചിട്ട് എടുക്കാത്തതിലെ ഒരു കുഞ്ഞു പരിഭവം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അത് പിന്നെ മോളെ, പുറത്ത് ഒരാള് വന്നിട്ട് ആ അതൊക്കെ വിട്. മോളെന്താ പതിവില്ലാതെ ഈ നേരത്ത്? എന്തു പറ്റി? ഏട്ടൻ ഇങ്ങനെ പേടിക്കല്ലേ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അവന്റെ സ്വരത്തിലെ വെപ്രാളം അറിഞ്ഞതുപോലെ സതി ചിരിച്ചു. ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു മോളെ. ഇനിയിപ്പോ നിർമ്മലക്കെങ്ങാനും. അവൾക്ക് സന്തോഷിന്റെ സ്വരത്തിലൊരു വിറയൽ അറിയാതെ വന്നു. അയ്യോ, ഏട്ടത്തിക്കൊന്നുമില്ല. ഒന്നുമില്ലെന്ന് മാത്രമല്ല, ആളിപ്പോ പഴയതിലും മെച്ചവുമായി. വന്നപ്പോ ഉണ്ടായിരുന്ന ക്ഷീണവും വയ്യായികയൊക്കെ ശരിക്കും മാറിയെന്ന് തന്നെ പറയാം. സവിതയുടെ സ്വരത്തിലെ സന്തോഷം അച്ഛന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തിയെങ്കിൽ മായയുടെ കണ്ണു നനയിച്ചു. സതീഷ് വിളിച്ചവ പറഞ്ഞിരുന്നു മോളെ. പക്ഷെ എന്തോ ഒരു പേടി. ഒരിക്കൽ പോയിട്ട് പിന്നീടും വന്നതല്ലേ, അതുകൊണ്ടാ. ഏയ്, ഇനി ഒന്നും പേടിക്കണ്ടേട്ടാ. ഒക്കെ നേരെയാവും. മോളെ, അവിടെ എല്ലാരും സുഖായിരിക്കുന്നു. വിനുവും മീനാക്ഷി ശരത്തും ഒക്കെ എല്ലാരും സുഖായിരിക്കുന്നു. ഉം ആ പിന്നേട്ടാ, ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. ആ പറഞ്ഞു മോളെ. ഏട്ടാ, നമ്മുടെ ആര്യൻ അടുത്ത് തന്നെ അവിടേക്ക് വന്നേക്കും കേട്ടോ. ആര്? വിമലയുടെ മോനോ? സവിതയുടെ ഭർത്താവ് വിനുവിന്റെ പെങ്ങളാണ് വിമല. വിമലയും കുടുംബവുമായി നാളുകളായി ആങ്ങളയ്ക്കൊപ്പം അമേരിക്കയിൽ തന്നെയാണ്. അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വിമലയുടെ ഭർത്താവ് ശിവപ്രസാദിന് ജോലി. അവർക്ക് ഒരേ ഒരു മകൻ ആര്യൻ, എല്ലാവരുടെയും അപ്പൂട്ടൻ. ആൾക്ക് ഡിഗ്രികൾ ഒരുപാടുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫിയിലാണ് കമ്പം. അമേരിക്കയിൽ തന്നെ ഫേമസ് ഫാഷൻ മാഗസിനിലെ ഏറ്റവും വിലയുള്ള ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളാണ് ആര്യൻ എന്ന അപ്പു. ആ അപ്പൂട്ടൻ. അവനിപ്പോ എവിടാ? അതൊന്നും എനിക്കറിയില്ലേട്ടാ.
അവന്റെ ജോലിയുടെ ഭാഗമായി ഇന്ത്യയിലേക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് മുങ്ങിയിട്ട് 2 മാസമായി. ഇടയ്ക്കൊക്കെ ചേച്ചിയോ ചേട്ടനെയോ വിളിച്ചാലായി. അങ്ങനെ ഇരുന്നപ്പോ ഇന്നലെ രാത്രി എന്നെ വിളിച്ചു. എന്നിട്ട് പറയാ, അപ്പേ ഞാൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അവന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ? ഊവ്, മാറ്റം. ആ ചെക്കൻ ഇങ്ങനേട്ടാ. അവനെ പറ്റി ടെൻഷൻ ആവാനേ ഏട്ടത്തിക്ക് നേരമുള്ളൂ. ഇങ്ങനെ ഒരു ഊരുതണ്ടി ചെറുക്കൻ. അവനെ പറ്റി പറയുന്ന ഓരോ വാക്കിലും അവൾക്കുള്ളിൽ മുന്നിട്ട് നിന്നത് വാത്സല്യം മാത്രമായിരുന്നു. അപ്പൊ മോളെ, അവൻ ഇവിടേക്ക് വരുമോ? നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടേക്ക് വരാതിരിക്കുമോ ഏട്ടാ? അത് നേരാ. പക്ഷേ അവൻ എപ്പോ വരുമെന്ന് വല്ലതും അറിയോ മോളെ? അതൊന്നും എനിക്കറിയില്ലേട്ടാ. പക്ഷെ വരും, അതെനിക്ക് ഉറപ്പാ. അത് പറയുമ്പോൾ ഏതോ ഒരു ഓർമ്മയിൽ സവിതയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായി. ആ, എങ്കിൽ വരുമ്പോ വരട്ടെ. അല്ല മോളെ, അവനെ വിളിക്കാൻ ഏതെങ്കിലും നമ്പർ വല്ലതും ഉണ്ടോ? എന്റെ ഏട്ടാ, അവന് ഫോൺ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അതൊരു പ്രത്യേക ജീവിയാണ്. ഈ തവണ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എന്തോ സംബോധന കേരളത്തിലേക്ക് വന്നേക്കുന്നെന്നാ ഇന്നലെ പറഞ്ഞത്. നാരായണൻ അറിയാം സത്യം എന്താണെന്ന്. അത് പറഞ്ഞതും സന്തോഷം ഒപ്പം ചിരിച്ചു. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ആ ചെക്കന് പിന്നെ ഒന്നും വേണ്ട. എന്തിന്, ആഹാരം പോലും. സവിതയൊന്ന് ചിരിച്ചു, ഒപ്പം സന്തോഷം. കാരണം ആ പറഞ്ഞത് ഒരു പരിധിയിലും അധികം നേരായിരുന്നു. അപ്പൊ ശരിയേട്ടാ, അവൻ വരുമ്പോഴേ എന്നെ വിളിച്ചു പറയണേ. ഓ, പറയാം കുഞ്ഞോളെ. എല്ലാരും ഒന്ന് തിരക്കിന്ന് പറഞ്ഞേക്കണേ നീ. പറയായേട്ടാ. ആ പിന്നെ കുഞ്ഞോളെ. ഫോൺ വെക്കാൻ പോകും മുന്നേ തന്നെ അവൾ അതിൽ നിന്നും വിലക്കിക്കൊണ്ട് സന്തോഷിന്റെ സ്വരം പുറകെ എത്തി. മോളെ, അത് കുഞ്ഞേട്ടന്റെ സങ്കടമൊക്കെ മാറിക്കൊണ്ട് വരുവോ വലിയേട്ടാ. നിർമ്മലയിടത്തേക്ക് ഭേദമാകാൻ തുടങ്ങിയതോടെ ശരത്തിനോടുള്ള ദേഷ്യവും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടൂടെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി. സന്തോഷിന്റെ ഉള്ളറിഞ്ഞ പോലെ സവിത പറഞ്ഞു നിർത്തി. ഹൗ, ഒരാശ്വാസം പോലെ സന്തോഷം ഒന്ന് ശ്വാസം എടുത്തു വിട്ടു. നിർമ്മലയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് കയറി ചെല്ലണമെന്നുള്ളത് ഏതാണ്ടൊരു നിർബന്ധം പോലെ പറഞ്ഞാണ് ശരത്ത് സന്തോഷിനെ കൊണ്ട് ചെയ്യിച്ചത്. അതിന്റെ പേരിൽ സതീഷിന് ശരത്തിനോട് ഉള്ളിലൊരു പൊടി ദേഷ്യം ഉണ്ടായിരുന്നുള്ളത് സന്തോഷിനും സവിതയ്ക്കുമൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നതിന് ശേഷവും അച്ഛനും മോനും തമ്മിൽ അങ്ങനെ വലിയ കാര്യം പറിച്ചിലൊന്നും ഇല്ലായിരുന്നത് നിർമ്മലയ്ക്കായിരുന്നു കൂടുതൽ സങ്കടമുണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ ഒക്കെ പഴയ രീതിയിലായെന്നറിഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കുന്നതായിരുന്നു. അനിയൻ ശരത്തിനോട് മിണ്ടിയല്ലേ? മായയുടെ ചോദ്യത്തിലാണ് സന്തോഷ് ചിന്തകളിൽ നിന്ന് ഉണർന്നത്. സവിതേച്ചി അപ്പു വരുന്നതിനെ പറ്റിയാണോ പറഞ്ഞേ? ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് പോലും. ഓ, അപ്പൊ ഉറപ്പായും ഇവിടെ എത്തും എന്റെ മോൻ. എപ്പോഴാ വരുന്നേന്ന് വല്ലോം ചേച്ചി പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല മായേ. അപ്പു ഇവിടേക്ക് വന്നിട്ട് വർഷം കുറെ ആയില്ലേ ഏട്ടാ? ആ. അടുക്കളയിലേക്ക് പോകും വഴി മായ ചോദ്യത്തിന് ഒരു മൂളലുമായി സന്തോഷം പിറകെ ചെന്നു. 4 വർഷം മുന്നേയുള്ള ഒരോണത്തിനാണ് അവസാനം അപ്പു ഇവിടെ വന്നുപോയത്. അന്ന് സവിതയ്ക്കും കുടുംബത്തിനുമൊക്കെ വിമലയും കുടുംബവും ഉണ്ടായിരുന്നു. അവസാനം അവൻ ഇവിടെ വരുന്നത് ഏതോ പരീക്ഷയുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നല്ലേ സന്തോഷേട്ടാ? സാമ്പാറിന് കഷ്ണം നുറക്കാൻ മുറത്തിലേക്ക് പച്ചക്കറി എടുത്ത് വെക്കുന്നതിനിടെ മായ തിരിഞ്ഞു എന്ന് ചോദിച്ചു. ആന്നേ, അന്ന് ഓണം കൂടാൻ എല്ലാരും നാട്ടിൽ വന്നെന്ന് കേട്ടപ്പോ പരീക്ഷയുടെ കാര്യം വീട്ടിൽ മിണ്ടാതെ അവർക്കൊപ്പം നാട്ടിലേക്ക് അവനും വന്നില്ലേ? എന്നിട്ട് തിരിച്ചു ചെന്നപ്പോ കോളേജിലേക്ക് ശിവനെ വിളിക്കുമ്പോഴല്ലേ അങ്ങനെ ഒരു എക്സാമിന്റെ കാര്യം പോലും എല്ലാരും അറിയുന്നത്. ആ, ശരിയാ. അവൻ അവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ പോലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്നും ശാരദാമ്മയും ദേവൂട്ടനും തിരിച്ചു വരുന്നത്. കയ്യിലേക്ക് ചൂട് ചായ കൊടുക്കുന്നതിനൊപ്പം സവിത വിശേഷങ്ങളും പറഞ്ഞു. ഇപ്പോഴും ആ ചെക്കന് അതേ കുരുത്തക്കേടാണോ ആവും. അപ്പു വരുന്നുണ്ടെന്ന് കേട്ടപ്പോ അമ്മയുടെ നാവിൽ നിന്നും ആദ്യം വീണ ചോദ്യം അതായിരുന്നു. അവൻ അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ല, പാവം കുഞ്ഞ. മായ അമ്മയെ നോക്കി മുഖം കുറിപ്പിച്ചു. അല്ലേലും നിനക്കവനെ പറയുന്നത് പിടിക്കില്ലല്ലോ. നിന്റെ മാത്രം അപ്പൂട്ടനല്ലേ അല്ലേടാ? അമ്മ സന്തോഷിനെ നോക്കിയൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. അപ്പുവിനെ മായ്ക്ക് വലിയ ഇഷ്ടമാണ്, തിരിച്ചവനും. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുമെന്ന് എല്ലാവർക്കും ഇത്രയും ഉറപ്പും അതിലിങ്ങനെ വിശ്വസിക്കുന്നതും. നിങ്ങളൊക്കെ കളിയാക്കുന്ന പോലെ ഒന്നും എന്റെ അപ്പൂട്ടൻ അല്ല. എന്റെ കുഞ്ഞെ നല്ല കുട്ടിയാ. പിന്നെ പൊടിക്ക് ഒരു ഇമ്മിണി കുരുത്തക്കേടുണ്ട് കയ്യിൽ. അല്ലേലും ആമ്പിള്ളേരായ ഇമ്മിണി കുറുമ്പും കുസൃതിയും ഒക്കെ വേണം. അല്ലാതെ അമ്മയുടെ ഈ മോനെ പോലെ ആരെന്ത് ചോദിച്ചാലും ഒന്ന് ചിരിച്ചു കാണിച്ച് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്.
മായ രണ്ടുപേരെ നോക്കി പിണങ്ങിയ പോലെ മുഖം കയറ്റി പുറത്തേക്ക് പിടിച്ച് നോക്കിയിരുന്നു. രാവിലെ തന്നെ എന്നെ ഇത്രയും കേൾപ്പിച്ചപ്പോ അമ്മയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ? പരാതി പറയും പോലെ സന്തോഷ് അമ്മയ്ക്കരികിലേക്ക് ചെന്നിരുന്നു. ഒരുപാടൊന്നുമില്ല, എന്നാലും ഇന്നത്തേക്ക് ഇത്രയും മതി. ശാരദാമ്മ അതും പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. റിംഗ് ടോൺ അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാക്കിയത്. ഇട്ടിരുന്ന ഷർട്ടിന്റെ സ്ലീവ്സ് മുടക്കി അവൻ ഒന്നുകൂടെ കണ്ണാടി നോക്കി ഉറപ്പുവരുത്തി. കൊണ്ടുപോകാനുള്ള ബുക്സും ഫയൽസും ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഇയർപോഡ് ചെവിയിലേക്ക് വെച്ചതും ഫോൺ പിന്നെയും റിങ് ചെയ്തു. ഈ തവണ അവനത് അറ്റൻഡ് ചെയ്തു. ആ സ്നേഹ, കോളേജിലേക്ക് പോകാൻ റെഡിയായോ ശാന്തനു? ഇറങ്ങാൻ പോകുന്നു. അപ്പൊ കഴിച്ചോ? ഇല്ല, താഴേക്ക് പോകുന്നതേ ഉള്ളൂ. എങ്കിൽ ഇനി ലേറ്റാവാൻ നിൽക്കണ്ട, ഞാൻ ഇനി ഉച്ചയ്ക്ക് വിളിക്കാം. ബൈ, ടേക്ക് കെയർ, ലവ് യു. അവൻ എന്തേലും അങ്ങോട്ട് പറയും മുന്നേ തന്നെ ഫോൺ കട്ടായിരുന്നു. ഇന്നലെ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ഇങ്ങനെയാണ്. എയർപോർട്ടിൽ ചെന്നപ്പോൾ, ഫ്ലൈറ്റ് എടുത്തപ്പോൾ, ലാൻഡ് ചെയ്തപ്പോൾ, ഫ്ലൈറ്റിൽ എത്തിയപ്പോൾ, ഇറങ്ങിയപ്പോൾ എന്ന് വേണ്ട, അവൾ എണ്ണീറ്റപ്പോൾ പോലും അതറിയിക്കാനായി ഒരു കോള് തന്നെ തേടിയെത്തിയിട്ടുണ്ട്. ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ശ്രീ അവളുടെ ഈ പുതിയ മാറ്റത്തിൽ സത്യം പറഞ്ഞാൽ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്തത്. അവൻ അറിയുന്ന സ്നേഹ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോ അവൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടലുകളാണോ അതോ തിരിച്ചറിവിന്റെ ഭാഗമാണോ എന്നൊന്നും അവന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ പോലും കഷ്ടി ഒരു 5 മിനിറ്റ് നേരെ ചൊവ്വേ സംസാരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്തവൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും അവളുടെ മനസ്സിൽ എന്താകുമെന്നുള്ള ചിന്തയിൽ ശ്രീ ആ കട്ടിലേക്ക് തന്നെ ഇരുന്നു. എന്നോടുള്ള സ്നേഹമാണോ നിന്റെ ഈ മാറ്റത്തിന് പുറകിൽ സ്നേഹ? ശ്രീ നെറ്റിയിൽ വിരലമർത്തി. അതേസമയം സ്നേഹയുടെ ഓഫീസിൽ ഉച്ചക്കത്തേക്ക് ശാന്തനുവിനെ വിളിക്കാനുള്ള അലാറം സെറ്റ് ചെയ്യുകയായിരുന്നു സ്നേഹ. സ്നേഹം ഒരുതരം പ്രകടനമാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്നു കഴിഞ്ഞു ശാന്തനു. ഇനി ഈ പ്രകടനത്തിൽ നീ തോറ്റുപോയേ മതിയാകൂ. കാരണം എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വേണം ശാന്തനു. ഐ റിയലി നീഡ് യു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.